G7 ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറങ്ങിപ്പോയത് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് എന്ന വാദം തള്ളി ട്രംപ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ലോകത്തെ ഭീതിയിലാഴ്ത്തവേ സമ്പന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ കൂട്ടായ്മയായ G7 ഉച്ചകോടിക്ക് കാനഡയിൽ തുടക്കമായിരിക്കുകയാണ്. ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തെങ്കിലും അദ്ദേഹം നേരത്തെ അമേരിക്കയിലേക്ക് തിരിച്ചു. വാഷിംഗ്ടണിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം. ട്രംപിന്റെ നേരത്തെയുള്ള മടക്കം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കം പറയുന്നത്. എന്നാൽ ഇക്കാര്യം തള്ളുകയും മാക്രോൺ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ മടക്കത്തിന് പിന്നിൽ വെടിനിർത്തലുമായി ബന്ധമില്ലെന്ന് അറിയിച്ച ട്രംപ് അതിനേക്കാൾ വളരെ വലിയ കാര്യത്തിനാണെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് എന്താണെന്ന് കാത്തിരുന്ന് കാണാമെന്നും ട്രംപ് പറയുന്നുണ്ട്. കാനഡയിൽ നിന്ന് എയർഫോഴ്സ് വണ്ണിൽ കയറിയതിന് പിന്നാലെ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് തന്റെ മടക്കം സംബന്ധിച്ച് പ്രതികരണം നടത്തിയത്. പബ്ലിസിറ്റി തേടുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ നിന്ന് ഞാൻ വാഷിംഗ്ടണിലേക്ക് തിരിച്ചു പോകുന്നത് ഇസ്രായേലിനും ഇറാനും ഇടയിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഞാനിപ്പോൾ വാഷിംഗ്ടണിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതിന് വെടിനിർത്തൽ കരാറുമായി യാതൊരു ബന്ധവുമില്ല. അതിനേക്കാൾ വളരെ വലുതാണ്. മനഃപൂർവ്വമോ അല്ലാതെയോ ഇമ്മാനുവൽ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. കാത്തിരിക്കൂ. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാർ ട്രംപ് വാഗ്ദാനം ചെയ്തതായി മാക്രോൺ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതിക്ക് ഒരു യഥാർത്ഥ അന്ത്യമുണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. എയർഫോഴ്സ് വണ്ണിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരോട് ട്രംപ് വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കിയത്. ഞാൻ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ല. ഇറാൻ ആണവ പദ്ധതിയിൽ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇറാനെതിരായ ആക്രമണത്തിന്റെ വേഗം ഇസ്രായേൽ കുറയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ നിങ്ങളത് തിരിച്ചറിയും. ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്. മേഖലയിലെ US താൽപര്യങ്ങൾ ലക്ഷ്യമിട്ടാൽ ഇറാനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നത് കുറയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് 7 നേതാക്കളുടെ കരട് പ്രസ്താവനയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കില്ലെന്ന് തിങ്കളാഴ്ച ഒരു US ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെയാണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ട്രംപിന്റെ പിന്മാറ്റം പോസിറ്റീവാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വാഗ്ദാനം നൽകിയതായിട്ടാണ് മാക്രോൺ മുൻപ് പറഞ്ഞിരുന്നത്. കണ്ടുമുട്ടാനും കൈമാറ്റം ചെയ്യാനുമുള്ള ഒരു ഓഫർ തീർച്ചയായും ഉണ്ട്. പ്രത്യേകിച്ച് വെടിനിർത്തൽ നേടാനും തുടർന്ന് വിശാലമായ ചർച്ചകൾ ആരംഭിക്കാനുമുള്ള ഒരു ഓഫർ നൽകിയെന്നും മാക്രോൺ G7 മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള G7 നേതാക്കളും യൂറോപ്യൻ യൂണിയനും ചൊവ്വാഴ്ച വരെ കനേഡിയൻ റോക്കീസിലെ കനനാസ്കിലെ റിസോർട്ട് ഏരിയയിൽ ഒത്തുകൂടിയിരുന്നു. അവിടെയുള്ള നിരവധി സഖ്യകക്ഷികൾക്ക് മേൽ തീരുവ ചുമത്തുകയും ചെയ്തതോടെ ഉക്രൈനിലെയും ഇസ്രായേലിലെയും ഇറാനും ഇടയിലുള്ള സംഘർഷങ്ങളുടെയും ഐക്യം കണ്ടെത്താൻ G7 പാടുപെട്ടു. റഷ്യയെ ഗ്രൂപ്പിൽ പുനഃസ്ഥാപിക്കണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും ചൊവ്വാഴ്ച നേതാക്കളെ കാണാൻ പോകുന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് എത്രത്തോളം നേട്ടമുണ്ടാകാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ സംശയം ജനിപ്പിച്ചിരുന്നു. തുടക്കമൊന്ന് മോശമായിരുന്നു. ഇപ്പോൾ അറ്റ്ലാന്റിക് കൗൺസിലിലെ അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ അധ്യക്ഷനായ മുതിർന്ന IMF ഉദ്യോഗസ്ഥനായ ജോഷ് ലിസ്കെ പറഞ്ഞു. കുടിയേറ്റം, AI, നിർണായക ധാതുക്കൾ എന്നിവയുൾപ്പെടെ നിരവധി കരട് രേഖകൾ നേതാക്കൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും അവയൊന്നും അമേരിക്ക അംഗീകരിച്ചിട്ടില്ലെന്ന് രേഖകളെക്കുറിച്ച് വിശദീകരിച്ച സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. ട്രംപ് ഇല്ലാതെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ലെന്ന് ഒരു യൂറോപ്യൻ നയതന്ത്രജ്ഞൻ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.